ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ഇടയിലേക്ക് വിവാഹശേഷം കടന്നു വരുന്ന പൊന്നോമനയാണ്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിയത് വിവാഹശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ നടുവിലേക്ക് ഈ പൊന്നോമന കടന്നു വന്നത്. അതുകൊണ്ട് അവളുടെ ജന്മദിനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് സ്നേഹവും സമാധാനത്തോടും കൂടി ജീവിതം ഒരു നിമിഷമെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പൊന്നോമന ഞങ്ങളുടെ ഇടയിലേക്ക് വന്നതിന് ശേഷമാണെന്ന് തന്നെ പറയാം. വിവാഹത്തിന് ശേഷം 1 വർഷമാകുന്നതിന് മുന്നേ ഞങ്ങളോട് ആദ്യത്തെ ചോദ്യം ഉയർന്നു, കുട്ടികളൊന്നും ആയില്ലേ, എന്താ ഇവള് മച്ചിയാണോ? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളുടെ നടുവിൽ നിർത്തി നമ്മളെ തളർത്തി കളഞ്ഞവരുടെ ഇടയിലേക്കാണ് ഞങ്ങളുടെ പൊന്നോമന 4.5 വർഷത്തിന് ശേഷം കടന്നു വന്നത്. വിവാഹ ജീവിതത്തിന് പിന്നീട് അർത്ഥമാകുന്നത് അപ്പോഴായിരുന്നു. അങ്ങനെ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവളുടെ ഇഷ്ടങ്ങളും എല്ലാം സാധിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ താഴേക്ക് ഞങ്ങളുടെ പൊന്നുമോൻ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ മോളുടെ ഓരോ വർഷത്തെ ബർത്ത്ഡേയും വ്യത്യസ്തമായ വിപുലമായ രീതിയിൽ ഞങ്ങൾ നടത്താറുണ്ട്. ഒരുപാട് ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും അവളുടെ സന്തോഷം എന്താണോ, മോളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് കൊണ്ട് നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാറുമുണ്ട്. അങ്ങനെ 10 വയസ്സിലേക്ക് കാലെടുത്ത് വെച്ച് ഞങ്ങളുടെ പൊന്നോമന ഞങ്ങളോട് പറഞ്ഞത്, അമ്മ എല്ലാവരെയും വിളിച്ച് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചാലോ എന്നായിരുന്നു. ഈ പ്രാവശ്യം മലയ്ക്ക് പോകാൻ മാലയിട്ട് അമ്മയൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മോൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 2 പേരുടെയും കൂടി പിറന്നാൾ ആഘോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് മോളുടെ പിറന്നാൾ ഉഷാറാക്കി അങ്ങ് നടത്തി. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഓരോ വർഷം കടന്നു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. പക്ഷേ നമ്മൾ കുറേ വർഷങ്ങൾ സങ്കടത്തോടെ പോയെങ്കിലും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ 2 പൊന്നോമനകളെ ഞങ്ങളുടെ കയ്യിൽ കണ്ടതിന് ഈശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നു. മോനെ ഒരുപാട് ചേർത്ത് നിർത്തുന്ന മോളെ കാണുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. നല്ലൊരു തീരുമാനമായിരുന്നു ഞങ്ങൾ എടുത്തതെന്ന് പല നിമിഷവും തോന്നിപ്പോകുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു കേട്ടത്. തളർത്തി കളയാൻ പലരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മളെ ഉയർത്തെഴുന്നേൽക്കേണ്ടത് നമ്മളുടെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളെയും മാറ്റിവെച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. സങ്കടങ്ങൾ ഒരുപാടുണ്ടാവും, അതൊന്നും മനസ്സിൽ വെക്കാതെ സന്തോഷ നിമിഷങ്ങളെ ആസ്വദിക്കുക. ഒരുപാട് സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു പിറന്നാൾ ആഘോഷമായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല ഉഷാറായിട്ട് നടത്താൻ പറ്റി. നമ്മൾ വേറെ ആരെയും വിളിച്ചിട്ട് വലിയ പരിപാടിയായിട്ട് നടത്തണമെന്നൊന്നും അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വെച്ച് വലിയ കാര്യമായിട്ട് നടത്തുന്നില്ല എന്നും വിചാരിച്ചിട്ടാണ് ഒരു ചെറിയ രീതിയിൽ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ഒരു ചെറിയ രീതിയിൽ പരിപാടി വെച്ചത്. എന്തായാലും മോളുടെ ഒരുപാട് സന്തോഷം ആ മുഖത്ത് തെളിഞ്ഞ് കാണാൻ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ സൈക്കിള് വാങ്ങി കൊടുക്കാമെന്നാട്ടോ ഈ പ്രാവശ്യം വിചാരിച്ചായിരുന്നത്. അങ്ങനെ അവളുടെ ഏറ്റവും ആഗ്രഹത്തോടു കൂടി അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്ന സൈക്കിള് അവൾക്കായിട്ട് ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ട് നൽകി കേട്ടോ. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോന് ഒരു ജീപ്പ് വാങ്ങണം എന്നുള്ളത്. അവനൊരു ജീപ്പ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ 2 പേരും കൂടി എടുത്ത് ചവിട്ടുന്നത് കൊണ്ട് തന്നെ പിന്നെ അത് കൊടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. ആകെ ഒരു കൊച്ചു ജീവിതമേ ഉള്ളൂ, അത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. പലതും പറഞ്ഞ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നവരൊന്നും വെക്കാതെ, അവരത് പറയും ഇവരിത് പറയുമെന്നൊന്നും ചെവി കൊടുക്കാതെ ഉള്ള ജീവിതം സന്തോഷത്തോട് ചെയ്ത് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈശ്വരാനുഗ്രഹത്തോടു കൂടി നമ്മൾക്കുണ്ടാവുന്ന സമയം നമ്മളുടെ സമ്പാദ്യത്തിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആഘോഷിക്കാം. എല്ലാം നല്ലതിനാവട്ടെ.